നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്നെ മെസ്സി നട്ട്മഗ് വരെ ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കുമ്പോൾ പിന്നെ ചെൽസി കളിക്കുമ്പോൾ ഞാൻ എത്ര മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ. ഇതൊന്നൊരു പ്രശ്നമല്ല, നീ തിരിച്ചു വാ. ടിബോട്ട് കോർട്ടുവ ആൻ്റണിൻ കിൻസ്കിക്ക് അയച്ച മെസ്സേജാണ്. കോർട്ടുവ തന്നെ അത് തുറന്നു പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, ഇതൊക്കെ പ്രശ്നമല്ല, എനിക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയതിന് ശേഷം റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുകയാണ് കിൻസ്കിയുടെ കാര്യം. ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് അറിയാലോ. ടോട്ടൻഹാം ഹോട്ട്സ്പർ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ അദ്ദേഹം 17ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. അതിനെ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഇന്നലെ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീലും ഫേസ്ബുക്കിലും അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാഫ് ടോക്കിൻ്റെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾ കാര്യം നോക്കിയാൽ കാണാം. നമ്മളിപ്പം കൃത്യമായിട്ട് എല്ലാ ദിവസവും 1-2 റീലുകളൊക്കെ ആയിട്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ നല്ല പിന്തുണ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. അപ്പോൾ കോർട്ടുവ അതിനെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ആൻ്റണിൻ കിൻസ്കിയോട് പറഞ്ഞു, ഞാനും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ അത്ലറ്റിക്കോയിലായ സമയത്ത്, ഞാൻ ചെൽസിയിലായ സമയത്തൊക്കെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. എന്നെ 2 വട്ടം, ഒരു വട്ടമല്ല 2 വട്ടം മെസ്സി നട്ട്മഗ് ചെയ്തിട്ടുണ്ട്. അമ്മാതിരി പണി എന്നോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇതിൽ നിന്ന് പഠിക്കണം, ഈ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കണം. ലൈഫ് ഹാർഡാണ്, പക്ഷേ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അതാണ് വഴി. അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഗോൾ കീപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ വൾണറബിളാണ്. അപ്പോൾ നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗോളായിട്ട് മാറും. കാരണം ഗോളി മിസ്റ്റേക്ക് വരുത്തിയാൽ പിന്നെ ഗോളാവുമല്ലോ. ഞാൻ ടോട്ടൻഹാമിനോടും പറയുന്നത് അവനെ സപ്പോർട്ട് ചെയ്യണം. അവൻ്റെ എല്ലാ ടീംമേറ്റ്സിനോടും എനിക്ക് പറയാനുള്ളത് അവനെ സപ്പോർട്ട് ചെയ്യണം, അവനെ തിരികെ വരാൻ സഹായിക്കണം എന്നാണ്. ഏതായാലും കോർട്ടുവയുടെ ആ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനെതിരെ പടപൊരുതി നിൽക്കുക, കോൺഫിഡൻസോട് കൂടി നിൽക്കുക. മെസ്സി 2 വട്ടം നട്ട്മഗ് ചെയ്തിട്ട് ഞാൻ തീർന്നിട്ടില്ലല്ലോ, പിന്നെ എന്താണോ താൻ തിരിച്ചു വാ. യെസ്, അതാണ് കോർട്ടുവയ്ക്ക് കിൻസ്കിയോട് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.